السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون. صدق الله العظيم. ബഹുമാന്യരായ സ്നേഹസമ്പന്നരായ സഹോദരന്മാരെ, സത്യവിശ്വാസം, ജീവിതത്തിൻ്റെ നാനാമേഖലകളിൽ സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവൻ്റെ അന്ത്യദൂതൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത മാതൃകകളും പിന്തുടർന്ന് ജീവിക്കാനും അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതി സമ്പാദിക്കാനും പരലോക വിജയികളിൽ ഉൾപ്പെടാനുമുള്ള നിരന്തരമായ ശ്രമങ്ങൾ നടത്തണമെന്ന് ഞാൻ എന്നോടും എൻ്റെ സഹോദരങ്ങളോടും ഓർമ്മിപ്പിക്കുകയാണ്. കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലത് മാത്രം പിൻപറ്റുകയും ചെയ്യുന്ന ചിന്തിക്കുന്ന സന്മാർഗദർശികളായ സജ്ജനങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സഹോദരന്മാരെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം അത് മനുഷ്യന്റെ ആത്മീയവും ഭൗതികവുമായ സകല ജീവിത മേഖലകളിലും വഴികാട്ടുന്ന ഒരു മഹത്തായ ദീനാണ്. അതവന്റെ ആരാധന മുതൽ അവന്റെ അടുക്കള വരെ, അതവന്റെ പള്ളിക്കൂടം മുതൽ പാർലമെന്റ് വരെ സകലതും ചർച്ച ചെയ്യുകയും ഏറ്റവും ശരിയായതിലേക്ക് മാർഗദർശനം ചെയ്യുകയും ചെയ്യുന്ന ദീനാണ് ഇസ്ലാം. ചില പ്രവാചകന്മാർ ഏറ്റവും കൂടുതൽ സംസാരിച്ചത് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിന് പുറമെ മനുഷ്യർ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന, അവർ പ്രബോധകനായി നിയോഗിക്കപ്പെട്ട ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായ കമ്പോളത്തിലെ പ്രശ്നങ്ങളിലേക്കാണ്. ജനങ്ങൾ അവരുടെ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താൻ, അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ക്രമക്കേടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഇടപെടുന്ന അവസ്ഥകൾ കാണാൻ കഴിയും. സഹോദരന്മാരെ, ഞാനിത് ആമുഖമായി പറയുമ്പോൾ എൻ്റെ ഒരു വ്യക്തിപരമായ ദുരനുഭവം നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിൽ ജനാലപ്പടിയിലിരുന്ന ഒരു മുസമ്പി ചീഞ്ഞുപോയി. അതിത്ര എടുത്തു പറയാൻ എന്തിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നാം. ഞാനത് അവിടെ വെച്ചത് 9 മാസങ്ങൾക്ക് മുമ്പാണ്. 9 മാസങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ പഴവർഗത്തിന്റെ ഇനത്തിൽ കണക്കാക്കിയിട്ടുള്ള മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു മുസമ്പി, അത് ജനാലപ്പടിയിൽ വെച്ച് സമയത്തെടുത്ത് ഉപയോഗിക്കാതെ ഒരാഴ്ച ഇരുന്നപ്പോ ഞങ്ങൾ തീരുമാനിച്ചു, എന്നാൽ അത് കുറച്ചുകൂടി ഇരിക്കട്ടെ, ഏതുവരെ പോകുമെന്ന് നോക്കാം. അതിന്റെ തിളക്കം വർദ്ധിക്കുന്നതല്ലാതെ അതിന് യാതൊരു ചുളിവും ക്ഷയവും ചീയലും ഒന്നും സംഭവിക്കുന്നില്ല. 1 മാസമായി, 2 മാസമായി, 9 മാസം വരെ അത് അവിടെ ഇരുന്നു. എന്നിട്ടത് കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പെട്ടെന്ന് ചീഞ്ഞ് കറുത്ത നിറം ബാധിച്ച് ഞങ്ങൾ അതെടുത്ത് കളഞ്ഞു.
ഇത് പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന മേഖല എന്ന് പറയുന്നത് നമ്മുടെ ആഹാര പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട നമ്മുടെ ഇടപാടുകളാണ്. ആ മേഖലയിൽ നോക്കുമ്പോൾ മുസംബി എന്ന് മാത്രമല്ല, ഒട്ടുമിക്ക പഴവർഗ്ഗങ്ങളും മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, അതേപോലെ ധാന്യങ്ങൾ, ഫലവ്യഞ്ജനങ്ങൾ, മത്സ്യം, മാംസം, അങ്ങനെ തുടങ്ങി നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായി ഉപയോഗിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങൾ ഒക്കെ വിഷമയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നാൾക്ക് നാൾ അത് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടത്തുമ്പോൾ ഓരോ വസ്തുവകകളിലും പ്രത്യേകം രാസപദാർത്ഥങ്ങളും അതുപോലെ കേടുകൂടാതെ സൂക്ഷിക്കാൻ, ദീർഘകാലം സൂക്ഷിക്കാൻ പറ്റുന്ന നിലയിലുള്ള വളരെ മാരകമായിട്ടുള്ള വിഷപദാർത്ഥങ്ങളും ഒക്കെ ചേർക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. അതിന്റെ പുറമോടി കൂട്ടാൻ വേണ്ടി പെസ്റ്റിസൈഡ് റെസിഡ്യൂ എന്ന അർത്ഥത്തിലുള്ള രാസപദാർത്ഥങ്ങൾ, അതുപോലെ രുചിയും നിറവും കൂട്ടാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളറുകളും ഫ്ലേവറുകളും ഉപയോഗിക്കുന്ന രീതികൾ, അതിൽ റോഡാമീൻ ബി എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റിൽ സാധാരണഗതിയിൽ കൂടുതൽ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. പലതിലും കൃത്രിമമായ രുചിയും മണവും ഒക്കെ ഉണ്ടാക്കാൻ മിഠായികളിലും സ്നാക്സുകളിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ മത്സ്യത്തിൽ കൂടുതലായി കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന അമോണിയ, ഫോർമാലിൻ പോലെയുള്ള രാസപദാർത്ഥങ്ങൾ, അതേപോലെ ടിൻ ഫുഡുകളിലും പാക്കറ്റുകളിലും ഒക്കെ MSG, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പറയുന്നതിലപ്പുറം പുതിയ രാസപദാർത്ഥങ്ങൾ, വിഷപദാർത്ഥങ്ങൾ ഇങ്ങനെ വ്യാപകമായി നമ്മൾ നിത്യോപയോഗ സാധനങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഭക്ഷ്യപദാർത്ഥങ്ങളിലൊക്കെ തന്നെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. രാസവളങ്ങളുടെ ഉപയോഗം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കണ്ടെത്തി അതിനെ കൃത്രിമമായി ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്നും അത്യുൽപാദന ഉണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ഉൽപാദന ശേഷിയുള്ള രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അത് തന്നെ സമയത്ത് അതിന്റെ സീസണിൽ വിളഞ്ഞു കിട്ടി ഏതെങ്കിലും ആഘോഷ അവസരങ്ങളിൽ അതിനെ വിപണനം ചെയ്യാൻ പറ്റുന്ന നിലയിൽ അതിനെ വിളവ് കിട്ടാൻ വേണ്ടി കൃത്രിമമായി വിളവ് എത്തിക്കുന്ന രീതിയിൽ അതിന് പ്രത്യേകമായ രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അതിനെ അവരുദ്ദേശിക്കുന്ന സമയത്ത് പൂക്കാനും കായ്ക്കാനും വേണ്ടി, അതുപോലെ വിളവെത്തുന്നതിന് മുമ്പ് പാകമാകാൻ പ്രത്യേക രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അതും കഴിഞ്ഞ് മാർക്കറ്റിലെത്തിയാൽ അത് കയറ്റുമതി ചെയ്യുകയോ അതല്ലെങ്കിൽ ഷോപ്പുകളിൽ എത്തിയാൽ കുറച്ചു കാലം കൂടുതൽ ലോങ് ലാസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതിന് വേറെ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു. അതിനെ ആകർഷകത്വം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മൊത്തം വിഷമയമായ ഭക്ഷ്യപദാർത്ഥങ്ങളൊക്കെ തന്നെ വളരെ വിശുദ്ധമായ നിലയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത ഒരവസ്ഥ നമ്മുടെ ലോകാടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇതല്ല മനുഷ്യന്റെ കിഡ്നിക്ക് മാരകമായി ബാധിക്കുന്നതാണ്, അവന്റെ കരളിനെ മാരകമായി ബാധിക്കുന്നതാണ്, അതേപോലെ ക്യാൻസർ പെട്ടെന്നുണ്ടാക്കുന്നതും അത് ഗുരുതരമാക്കുന്നതുമാണ്, അതുപോലെ പ്രഷർ വർദ്ധിപ്പിക്കുന്നതാണ്, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഇങ്ങനെ തുടങ്ങി പലതരത്തിലുള്ള മനുഷ്യൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന മാരകമായ ചികിത്സ ഫലിക്കാത്ത പല രോഗങ്ങൾക്കും കാരണമായി തീരുന്നത് നമ്മളുടെ ഒരുതരം ഭക്ഷ്യ സംസ്കാരവും മാത്രമല്ല ആളുകളെ ചൂഷണം ചെയ്യുന്ന കമ്പോള സംസ്കാരവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ഖുർആൻ
അപ്പോ ഇത് ആരാധനകളുടെ നമസ്കാരത്തിന്റെ ഫർള് ശർത്ത് സുന്നത്തുകൾ, അതല്ലെങ്കിൽ അതേപോലെ ആരാധനാക്രമങ്ങൾ, നോമ്പിന്റെ, സക്കാത്തിന്റെ, ഹജ്ജിന്റെ സ്വഭാവങ്ങളും രീതികളും എന്താണ് എന്നതിനെ കുറിച്ച് പറയുന്നത് മാത്രമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അതിലുപരി നമ്മൾ നിത്യേന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഇത്തരം കാര്യങ്ങളിൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാം എന്ത് പറയുന്നു, അവിടെ നമുക്ക് എന്തെങ്കിലും ദീനനുസരിച്ച് ജീവിക്കാനും തഖ്വ ചെയ്യാനും സൂക്ഷ്മത പുലർത്താനും ഉണ്ടോ എന്ന പരിശോധന നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തഅകുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ സമ്പത്തുകൾ അന്യായമായി നിങ്ങൾക്കിടയിൽ നിങ്ങൾ ഭുജിക്കരുത്, അന്യായമായി ബാത്തിലായ നിലയിൽ. കച്ചവടം അത് സഫലമാവണം, അത് സ്വീകാര്യമാവണം, അത് ദുർബലമാവരുത്. നിങ്ങൾക്കിടയിൽ അന്യായമായ നിലയിൽ ആ ഇടപാടുകൾ നടക്കരുത്, കൊടുക്കൽ വാങ്ങലുകൾ. ഏത് രൂപത്തിലല്ലാതെ അത് അത് പരസ്പരമുള്ള കൈമാറ്റം, പരസ്പരമുള്ള തൃപ്തിയുടെ അടിസ്ഥാനത്തിൽ എന്ന നിലയ്ക്കല്ലാതെയാവരുത്. അപ്പോ വിൽക്കുന്നവനും ഉപഭോക്താവിനും കച്ചവടക്കാരനുമെല്ലാം പരസ്പരം തൃപ്തിയുള്ള ഇടപാടുകളാകുമ്പോഴാണ് അത് ഹലാലാകുന്നത്, അത് അല്ലാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത്. വലാ തഖ്തുലു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കൊന്നുകളയരുത്, നിങ്ങൾ നിങ്ങളെ തന്നെ വധിച്ചു കളയരുത്. ഇന്നല്ലാഹ കാന ബിക്കും റഹീമ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോട് അങ്ങേയറ്റം കരുണാമയനാണ്. എന്താണ് ഈ ആയത്തിന്റെ താല്പര്യം? നിങ്ങൾ ഹലാലായതേ ഭുജിക്കാൻ പാടുള്ളൂ, നിങ്ങളുടെ ഇടപാടുകൾ ഹലാലായിരിക്കണം. മുഫസ്സിരീങ്ങൾ, ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിനെ വിശദീകരിച്ചുകൊണ്ട് പലിശ ഇടപാടുകൾ, ചതിയിലും വഞ്ചനയിലും അന്യായത്തിലും അക്രമത്തിലും അധിഷ്ഠിതമായ ഇടപാടുകൾ, ഇതൊക്കെ തന്നെ അത് ബാത്തിലായ അഥവാ അസാധുവായ കച്ചവടങ്ങളാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നതായി ഇമാമിങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ നോക്കുമ്പോൾ കമ്പോളത്തിലെ ഇത്തരത്തിലുള്ള മായം ചേർക്കലുകൾ, രാസപദാർത്ഥങ്ങൾ ഉപയോഗിക്കൽ, വിഷമയമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് കേടുകൂടാതെ സൂക്ഷിക്കുന്നതും അതിന്റെ അഴക് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങളും, അതിനെ മൂപ്പെത്തിക്കാൻ വേണ്ടി വിളവ് അകാലത്തിൽ തന്നെ വിളവെത്തിക്കാൻ വേണ്ടി നടത്തുന്ന ഇടപെടലുകളും, അത്യുൽപാദനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളും, ഇതെല്ലാം അതിന്റെ സൈഡ് എഫക്ട് എന്ന നിലയിൽ അത് കഴിക്കുന്ന ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവിടെ ആരോഗ്യത്തെ മാരകമായി ബാധിക്കുകയാണ് നമ്മൾ വാങ്ങിക്കഴിക്കുന്നതിലൂടെ. അതെന്തായിത്തീരുന്നു? വാങ്ങിക്കൊണ്ടു പോകുമ്പോ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്ന ഓറഞ്ച്, ആപ്പിള്, അതല്ലെങ്കിൽ മുസമ്പി, പപ്പായ, മാങ്ങ, അതേപോലുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ, ഇതൊക്കെ വാങ്ങിക്കൊണ്ടു പോയിട്ട് നമ്മൾ നോക്കുമ്പോ പടച്ചവനെ പറ്റിച്ചല്ലോ, ഇത് ഉപയോഗിക്കാൻ കൊള്ളൂലല്ലോ എന്ന് തോന്നിപ്പോകുന്നു. ചിലപ്പോൾ ചീഞ്ഞതായിരിക്കാം, കേടുള്ളതായിരിക്കാം, അതല്ലെങ്കിൽ അതിൽ നിന്ന് പ്രത്യേക തരത്തിലുള്ള നീരൊലിക്കുന്നതോ, അതല്ലെങ്കിൽ പ്രത്യേകമായ വായിലേക്ക് വെക്കുമ്പോൾ തന്നെ ശ്വേതഗ്രന്ഥികൾക്ക് എന്തോ തരത്തിലുള്ള വിപത്ത് സംഭവിച്ചതുപോലുള്ള പ്രതികരണങ്ങൾ ഉണ്ടാക്കുന്നതോ ഒക്കെ ആയിത്തീരുന്നുണ്ട്. അത് ശരീരത്തിന് തൊണ്ടയ്ക്ക് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ട്, ശരീരത്തിന് ചിലപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നുണ്ട്, വയറിളക്കം ഉണ്ടാക്കുന്നുണ്ട്, പലതരത്തിലും ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് അത് മാറുമ്പോ ഇവൻ പറയുകയാണ്, റബ്ബേ എന്നെ പറ്റിച്ചല്ലോ എന്നിവൻ പറഞ്ഞാൽ ഈ ഉപഭോക്താവിന് തൃപ്തിയാകുന്ന ഒരു ഇടപാടാകുന്നില്ല. അത് തെറ്റാണ്, ഹറാമാണ്. മത്സ്യം വാങ്ങാൻ നിവൃത്തിയില്ലാത്ത കാലമാകുന്നു. കപ്പൽ മറിഞ്ഞതിന്റെ പേരിൽ കുറെ നാള് അതിന്റെ വിഷമയമായ അവസ്ഥകളിൽ നിന്നും ആളുകൾ ഭയപ്പെട്ട് മീൻ വാങ്ങാതിരുന്നു. പക്ഷെ ഇപ്പൊ അവസ്ഥകളൊക്കെ മാറി വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോഴും പല മത്സ്യങ്ങളിലും മാരകമായ നിലയിൽ ഫോർമാലിനും അതുപോലെ തന്നെ അമോണിയയും ഒക്കെ ഉപയോഗിച്ചിട്ട് അതിന്റെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഇപ്പൊ പിടയ്ക്കുന്ന മത്സ്യം പോലെ
അതിങ്ങനെ ആളുകളെ ആശ്ചര്യപ്പെടുത്തുന്ന നിലയിലിരിക്കുന്നു. വാങ്ങിക്കൊണ്ടുപോകും, കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുവന്ന് അതിനെ മുറിച്ച് റെഡിയാക്കുമ്പോഴേക്കും അതിന്റെ മുള്ളിൽ നിന്നും വേർപെട്ടു പോകുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. അത് പ്രത്യേകമായി പുഴുങ്ങിയ മത്സ്യം പോലെ അനുഭവപ്പെടുന്ന അവസ്ഥകൾ ആളുകൾ പറയാറുണ്ട്. പരിചയമുള്ള ഉമ്മമാർ പറയാറുണ്ട്, കുടുംബിനികൾ പറയാറുണ്ട്, എന്താണ് ഇത് മോശമായ മീനാണല്ലോ എന്ന്. കണ്ടപ്പോൾ അങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് ഭർത്താവും വീട്ടുകാരനും പറയുന്നു. അപ്പൊ ആ നിലയിൽ പറ്റിച്ചല്ലോ, ചതിക്കപ്പെട്ടല്ലോ എന്ന് പറയുന്ന അവസ്ഥകൾ. അപ്പൊ ഇത്തരത്തിൽ ഏത് ഭക്ഷ്യപദാർത്ഥങ്ങൾ എടുത്തു നോക്കിയാലും ആ മേഖലയിൽ ചിലവുണ്ടെങ്കിൽ, അവിടെ ആളുകളുടെ ഇടയിൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ കൃത്രിമമായ നിലയിൽ അതിന്റെ ക്വാണ്ടിറ്റി വർദ്ധിപ്പിച്ചുകൊണ്ട് ക്വാളിറ്റി ഇല്ലാതാക്കിക്കൊണ്ട് ആളുകളെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പൊതുവിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇത് പരിശുദ്ധ ഖുർആൻ വിലക്കിയ കാര്യമാണ്. ഇത് പരസ്പരം തൃപ്തിയിൽ അധിഷ്ഠിതമായതല്ല. ഇത് കഴിക്കുന്നതിലൂടെ നമ്മൾ നമ്മളെ തന്നെ കൊള്ളുകയാണ്. കൊടുക്കുന്നവൻ അവനെ കൊല്ലുന്നത് ഏത് രൂപത്തിലാണ്? ഈ പാവപ്പെട്ടവൻ, ഈ മനുഷ്യൻ ഇത് കൊടുക്കുന്നതിലൂടെ അവൻ ഉണ്ടാക്കി തീർക്കുന്ന നാശത്തിന്റെ മുഴുവൻ കാരണക്കാരൻ ഇവനായി മാറുകയാണ്. അത് അവന് ദോഷമുണ്ടാക്കി തീർക്കുന്നു, ഈ ലോകത്തും പരലോകത്തും നഷ്ടമുണ്ടാക്കുന്നു. മാത്രമല്ല, ഇത് വാങ്ങുന്ന ആളുകൾ കൊണ്ടുപോയി കഴിച്ച് അവനെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വളരെയധികം ചികിത്സാ ചെലവ്, ആരോഗ്യ സംരക്ഷണത്തിന്റെ ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. എന്തെല്ലാം മാരകമായ രോഗങ്ങളാണ് ആളുകൾക്ക് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ എല്ലാം കാരണം ആരാണ്? നമ്മൾ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോടും അക്രമം കാണിച്ചിട്ടില്ല. നമുക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ നമ്മുടെ രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം അന്തരീക്ഷം വിഷമയമായി മാറുന്നു. ശുദ്ധമായി ശ്വസിക്കാൻ കിട്ടുന്നില്ല. നമ്മുടെ മണ്ണ് വിഷമയമായി മാറുന്നു. അതുപോലെ അന്തരീക്ഷം വിഷമയമാകുന്നു. കുടിക്കുന്ന വെള്ളം അത് വിഷമയമായി മാറുന്നു. നമ്മൾ കുടിക്കുന്ന വെള്ളം ശുദ്ധവെള്ളമാണോ? നമ്മൾ കുടിക്കുന്നത് പലപ്പോഴും തൊട്ടടുത്ത വീട്ടിലെ സെപ്റ്റിക് ടാങ്കും നമ്മുടെ കുടിവെള്ളം എടുക്കുന്ന കിണറും തമ്മില് അകലം കുറവായിരിക്കും. അങ്ങനെ വരുമ്പോ മലിനജലമായിരിക്കാം നമ്മൾ ഒരു പക്ഷേ കുടിക്കുന്നത്. അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ നമ്മളോട് തന്നെ അതിക്രമം കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് സഹോദരന്മാരെ. അപ്പൊ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് പരിഹാരമായി പറയുന്നത് എന്താ? പടച്ചവന്റെ കൽപ്പന എന്താണ്? ഖുൽ യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ. ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു പറയുന്നു. സാധാരണ ജനങ്ങളെ വിളിച്ചിട്ട് അല്ലാഹു തആല പറയുന്നത് കർമ്മപരമായ കാര്യങ്ങളല്ല. ജനങ്ങളെ എന്ന് വിളിച്ചിട്ട് പറയാറുള്ളത് വിശ്വാസപരമായ കാര്യങ്ങളാണ്. ഈ പ്രപഞ്ചത്തിൽ ഒരു നാഥനുണ്ട്, നിങ്ങൾ അവനെ വിശ്വസിക്കണം. മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ഈ ലോകത്തേക്ക് നിങ്ങൾ വന്നത് പ്രപഞ്ചനാഥനായ പടച്ചവന് കീഴ്വണങ്ങാൻ വേണ്ടിയാണ്, അനുസരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മനുഷ്യനെ എന്ന് വിളിച്ചിട്ട് പറയുന്നത്, വിശ്വാസപരമായ കാര്യങ്ങൾ. എന്നാൽ ഇവിടെ അല്ലാഹു തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നത് കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ തയ്യിബ. മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ നിങ്ങൾ ഹലാലും ത്വയ്യിബുമായതേ കഴിക്കാവൂ എന്നാണ്. പ്രത്യേകിച്ച് ത്വയ്യിബായതേ കഴിക്കാവൂ എന്ന് അല്ലാഹു തആല പറയുന്നു. കാരണം എന്താ? ഇത് വിശ്വാസികൾ മാത്രം നോക്കി നടത്തിയാൽ മതിയാവുന്ന കാര്യമല്ല. ഭക്ഷ്യ സംസ്കാരം ആരോഗ്യകരമായി കാത്തു സൂക്ഷിക്കുക എന്നത് മാനവരാശി മുഴുവനും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യരെ മുഴുവനും സംബോധന ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞത്. കാരണം മുസ്ലിം മാർക്കറ്റും അങ്ങനെ ഒന്നും പ്രത്യേകിച്ചില്ലല്ലോ. മനുഷ്യർ അഖിലം, എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ബഹുസ്വര സമൂഹത്തിൽ അവന്റെ കൊടുക്കൽ വാങ്ങലുകൾ, അവന്റെ ഇടപാടുകൾ, ഇതൊക്കെ തന്നെ സത്യസന്ധവും ആരോഗ്യകരവുമായിരിക്കണം. അതുകൊണ്ട് മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു,
മറ്റൊരായത്തിൽ സൂറത്തുൽ ബഖറയിൽ തന്നെ 172-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നാം നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ത്വയ്യിബാത്ത് കഴിക്കണം, ഫ്രഷായത്, ആരോഗ്യകരമായത് കഴിക്കണം. വഷ്കുറൂ ലില്ലാഹ്, അല്ലാഹുവിന് നിങ്ങൾ നന്ദിയും പ്രകടിപ്പിക്കണം. ഇൻ കുന്തും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ മാത്രമാണ് ആരാധിക്കുന്നതെങ്കിൽ, അവന് മാത്രമാണ് നിങ്ങൾ വിധേയപ്പെടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാനുള്ളത്, നിങ്ങൾ നല്ല ഭക്ഷ്യപദാർത്ഥങ്ങളെ കഴിക്കാവൂ, പടച്ചവന് നന്ദി ചെയ്യണം. ഇതാണ് അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത്. അപ്പൊ നമുക്കൊരു ഭക്ഷ്യരംഗത്തൊരു സംസ്കാരമുണ്ട്. അല്ലാഹു തആലയുടേതായ നിർദ്ദേശങ്ങൾ ഖുർആനിലൂടെ പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞത് ഇത് തന്നെയാണ്, ഹലാലായിരിക്കണം നിങ്ങൾ കഴിക്കുന്നത്. അത് അപഹരിച്ചതാവരുത്, അത് അനർഹമായി സമ്പാദിച്ചതാവരുത്, അതേപോലെ തന്നെ അനുവാദമില്ലാതെ ഉപയോഗിക്കുന്നതാവരുത്, ശവമാവരുത്, രക്തമാവരുത്, പന്നിമാംസമാവരുത്, അല്ലാഹു അല്ലാത്തവർക്ക് ബലിയർപ്പിക്കപ്പെട്ടതാവരുത്. അങ്ങനെയുള്ള ഹലാലായ ഭക്ഷ്യപദാർത്ഥങ്ങളെ കഴിക്കാവൂ. ഒരു നയാ പൈസയുടെ ആഹാരമോ വെള്ളമോ നമ്മുടെ ഉള്ളിലേക്ക് പോകരുത്, നമ്മുടെ വസ്ത്രമായി ഉണ്ടാവരുത്. എങ്കിൽ അതിൽ കഴിയുന്നിടത്തോളം കാലം ഒരിക്കലും അല്ലാഹുവിന്റെ അടുക്കൽ അത് സ്വീകരിക്കപ്പെടില്ല, ഒരു ഇബാദത്തും സ്വീകരിക്കുകയില്ല. പലിശ ഇടപാടിലൂടെ, വഞ്ചനയിലൂടെ, പറ്റിപ്പിലൂടെ, കൊള്ള ലാഭത്തിലൂടെ ആളുകളെ ഉപദ്രവിച്ചുകൊണ്ട് നേടിയെടുക്കുന്ന അനർഹമായ ഒരു നയാ പൈസയുണ്ടെങ്കിലും ആ ആഹാരത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്തോളം അവന്റെ ഇബാദത്ത് സ്വീകരിക്കുകയില്ല. കുല്ലു ലഹ്മിൻ നബത്ത മിനൽ ഹറാമി ഫന്നാറു ഔലാ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. എല്ലാ മാംസവും ഹറാമിൽ നിന്ന് മുളച്ചുണ്ടായ, പുഷ്ടിപ്പെട്ടുണ്ടായ എല്ലാ മാംസവും നരകത്തോടാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഹലാലായിരിക്കണം എപ്പോഴും. മറ്റൊന്ന് ഖുർആന്റെ കൽപ്പന ത്വയ്യിബായിരിക്കണം. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ അത് ഫ്രഷ് ആയതാണ്, ഹൈജീനിക് ആണ്, ഏറ്റവും പുതിയതാണ്, അതേപോലെ തന്നെ വൃത്തിയുള്ളതാണ്, ശുചിത്വമുള്ള ഭക്ഷ്യപദാർത്ഥമാണ്, അതേപോലെ തന്നെ അത് ആരോഗ്യദായകമാണ്, ശരീരത്തിന് ദോഷമുണ്ടാക്കുന്നതല്ല. അങ്ങനെയുള്ളതാവണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷ്യപദാർത്ഥം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കൊക്കോ കോള വാങ്ങി കുടിച്ചാൽ, അതല്ലെങ്കിൽ അതേപോലെ ഒരു കുപ്പിവെള്ളം വാങ്ങി കുടിച്ചാൽ, അത് മാർക്കറ്റിൽ അത് ഹലാലായിരിക്കാം, നമുക്ക് വാങ്ങാം, പക്ഷെ അത് ത്വയ്യിബാവൂല. കാരണം എന്താ? അത് നമുക്ക് ദോഷകരമായി ശരീരത്തെ ബാധിക്കുന്നതായിരിക്കും. ടിൻ ഫുഡുകളും കവർ ഫുഡുകളും അതേപോലുള്ള ആരോഗ്യത്തെ മാരകമായി ബാധിക്കുന്നതും ഇതൊക്കെ അത് നമുക്ക് ശരീരത്തിന് ദോഷകരമായിരിക്കാം. അതുകൊണ്ട് അത് ത്വയ്യിബാവൂല. ത്വയ്യിബാവണമെങ്കിൽ അത് ഫ്രഷ് ആയതായിരിക്കണം, അത് ആരോഗ്യകരമായതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. വൃത്തിയില്ലാതെ പാചകം ചെയ്ത, മലിനമായ അവസ്ഥയിൽ പാചകം ചെയ്തത്, അതൊന്നും ത്വയ്യിബാവൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ത്വയ്യിബായതാണ് കഴിക്കേണ്ടത്. മറ്റൊന്ന് ഖുർആൻ പറയുന്നത് കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാകും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ത്വയ്യിബാത്തുകൾ കഴിക്കണമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരിനം ഭക്ഷണമല്ല മനുഷ്യൻ, അല്ലാഹു തആല നിശ്ചയിച്ചു തന്നിട്ടുള്ള അനേകം ഭക്ഷ്യ വൈവിധ്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ അത്തരത്തിൽ വിവിധ തരം ഭക്ഷണങ്ങൾ, നമ്മുടെ ശരീരത്തിന് ആവശ്യമായ പോഷക മൂല്യങ്ങൾ വ്യത്യസ്തമായ ഭക്ഷ്യപദാർത്ഥങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടണം. സമീകൃതാഹാരം ആവണം. അല്ലാതെ ഒരേ തരം ഭക്ഷണം, എപ്പോഴും ഇറച്ചി മാത്രം, എപ്പോഴും മീന് മാത്രം, എപ്പോഴും പച്ചക്കറി മാത്രം, എപ്പോഴും അരിയാഹാരം മാത്രം, അങ്ങനെയൊന്നില്ല. മറിച്ച് അല്ലാഹു എല്ലാം ഹലാലാക്കി തന്നിരിക്കുന്നു, ത്വയ്യിബാക്കി തന്നിരിക്കുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായ ത്വയ്യിബാത്തുകൾ നിങ്ങൾ കഴിക്കണം എന്നാണ് ഖുർആനിന്റെ ഒരു സൂചന. അതുപോലെ കുലു വഷ്റബു വലാ തുസ്രിഫു,
നിങ്ങൾ കഴിക്കണം, കുടിക്കണം, പക്ഷേ നിങ്ങൾ അമിതമാക്കരുത് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ച് നിങ്ങൾ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 വായു, ആ അർത്ഥത്തിൽ ഭക്ഷണം കഴിച്ചാൽ അവന്റെ ആരോഗ്യം അവന് കാത്തു സൂക്ഷിക്കാൻ കഴിയും. അമിതമായ ഭക്ഷണം അമിതമായി അടിച്ചു കയറ്റുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ മാരകമായി ബാധിക്കുന്ന മറ്റൊരു ഗുരുതരമായ പ്രശ്നം. അതുകൊണ്ട് അല്ലാഹു തആല പറഞ്ഞത് ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അവർ ഒരിക്കലും ഇസ്രാഫ് കാണിക്കുന്ന, അമിതമായി തിന്നുന്ന അത്തരത്തിലുള്ള തീറ്റ പണ്ടാരങ്ങൾ, അതുപോലെ ഇഷ്ടം പോലെ കുടിച്ചു തീർക്കുന്ന, തിന്നു തീർക്കുന്ന അങ്ങനെയുള്ള ആളുകളെ അല്ലാഹുവിന് ഇഷ്ടമല്ല എന്നാണ്. അപ്പൊ മിതമായ ഭക്ഷണക്രമം അത് നമുക്കുണ്ടാകണം. മാത്രമല്ല കുലു മിമ്മാ ദുക്കിറ സ്മുല്ലാഹി അലൈഹി, അല്ലാഹുവിന്റെ നാമം പറയപ്പെട്ടതെ ഇറച്ചിയായി കഴിക്കാവൂ. സംശയമുള്ളതും അങ്ങ് ഒഴിവാക്കിയേക്കണം. പടച്ചോന്റെ നാമത്തിൽ ഹലാലായ നിലയിൽ അറുത്ത മൃഗങ്ങളെ നമ്മൾ കഴിക്കാവുള്ളൂ. അല്ലാത്തവരുടെ പേരിൽ, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കപ്പെട്ടത് കഴിക്കാൻ പാടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ത്വയ്യിബ് കഴിക്കുക എന്നത് വലിയ ഒരു പ്രതിസന്ധിയാണ്. ആരോഗ്യദായകമായ നല്ല പഴവും പച്ചക്കറികളും മത്സ്യവും മാംസവും അതുപോലെ കിഴങ്ങു വർഗ്ഗങ്ങളും അതുപോലെ ധാന്യങ്ങളും ഇതൊക്കെ ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ സാമൂഹിക സാഹചര്യത്തിൽ വലിയ പ്രശ്നമാണ്. കച്ചവടക്കാർക്ക് ഇതൊരു വലിയ പ്രശ്നമാണ്. എന്ത് ചെയ്യാൻ പറ്റും? കച്ചവടം അടച്ചു പൂട്ടിയിട്ട് പോകാൻ പറ്റും. നമ്മൾ സമ്മർദ്ദത്തിലാണ്. നിർബന്ധിത സാഹചര്യത്തിൽ അകപ്പെട്ടു പോയവൻ, അവന്റെ ഭാഗത്ത് നിന്ന് പ്രത്യേകമായ വ്യതിചലനങ്ങളൊന്നും അതിക്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പാപമല്ല, നിർബന്ധിതമായ സാഹചര്യത്തിൽ ചെയ്തു പോകുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം നമ്മളെ തന്നെ കൊല്ലുന്ന അവസ്ഥയിൽ എപ്പോഴും ഇങ്ങനെ വിഷമയമായത് തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടാകരുത്. മറിച്ച് അതിന് ബദൽ സംവിധാനങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്, അത് വിഷമയമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, നമുക്ക് ഏകദേശം ഉറപ്പുള്ളതാണെങ്കിൽ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ വാങ്ങുന്ന പഴങ്ങളും പച്ചക്കറികളും അതേപോലുള്ള വസ്തുവകകളും ഒക്കെ തന്നെ അതൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള വിഷമയമായ രാസപദാർത്ഥങ്ങൾ അതിലുണ്ട് എന്ന് നമുക്ക് തോന്നിയാൽ, അങ്ങനെയുള്ളതാണെങ്കിൽ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്, ഇന്ന് നമ്മുടെ പലതരത്തിലുള്ള ആരോഗ്യ നിർദ്ദേശങ്ങളിലും കാണുന്നത് പോലെ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് തണുത്ത വെള്ളത്തിൽ കൂൾ വാട്ടറും സാൾട്ടും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇട്ട് വെച്ചിരുന്നാൽ, ഒരു 15-20 മിനിറ്റ് ഇട്ട് വെച്ചിരുന്നാൽ അതിന്റെ ഏകദേശം 60% വരെ അതിന്റെ വിഷം മാറിക്കിട്ടും എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ചൂടുവെള്ളവും അതുപോലെ വിനെഗറും ചേർത്തിട്ട് നമ്മള് അതിനൊരു 10-20 മിനിറ്റ് വിട്ടു വെച്ചിരുന്നാൽ 70% മുതൽ 85% വരെ അതിന്റെ വിഷമയം മാറിക്കിട്ടുമെന്ന് പറയുന്നുണ്ട്. അതുപോലെ അതിനേക്കാൾ ഉപരി ചൂടുവെള്ളവും ബേക്കിംഗ് സോഡയും ചേർത്തിട്ട് അതിൽ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് അതിൽ പച്ചക്കറിയോ പഴവർഗ്ഗങ്ങളോ ഇട്ട് വെച്ചാൽ 15-20 മിനിറ്റ് ഇട്ട് വെച്ചാൽ 80% മുതൽ 95% വരെയും മാറിക്കിട്ടും അതിന്റെ വിഷപരമായ അവസ്ഥ എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതെല്ലാം നമ്മൾ വിഷം ഉള്ളിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കേണ്ട ഈമാനികമായ മുൻകരുതലിന്റെ ഭാഗങ്ങളാണെന്ന് കാണണം. അതിലുപരി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, വീട്ടുവളപ്പില് ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്താനുള്ള ഇടപെടൽ നടത്തുക എന്നുള്ളതാണ്. ഇത് മഴക്കാലമാണ്. അപ്പൊ നമ്മള് എപ്പോഴും എവിടെന്നെങ്കിലും കിട്ടുന്നത് പൈസ കൊടുത്ത് വാങ്ങി മാത്രമേ ഉപയോഗിക്കുള്ളൂ. നമുക്ക് എത്ര സമയം എടുക്കാൻ പറ്റും? രാവിലെ എത്രയോ സമയം നമുക്ക് ബാക്കിയുണ്ട്. കുറച്ച് സമയം ഒന്ന് കൃഷിക്ക് വേണ്ടി മാറ്റി വെച്ചാൽ എന്താ കുഴപ്പം? ഒരു അടുക്കളത്തോട്ടം വീട്ടുവളപ്പിൽ, അതെനിക്ക് വസ്തുവകകളൊന്നും ഇല്ല, അതുകൊണ്ട് കൃഷി ചെയ്യാൻ സ്ഥലമില്ല എന്ന് തോന്നണ്ട. അവിടെ കിട്ടുന്ന അല്പ സ്ഥലമായിക്കൊള്ളട്ടെ, അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാമല്ലോ. ടെറസിന്റെ മുകളിലാകാമല്ലോ. അവിടെ നമുക്ക് കവറിലൂടെയും മറ്റുമൊക്കെ ചെയ്യാമല്ലോ. പലതരത്തിലും കൃഷിഭവനിൽ നിന്നും അവരുടെയൊക്കെ സഹായത്തോടു കൂടി പലതും ചെയ്യാമല്ലോ. എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല? നിങ്ങൾ നോക്കൂ, സ്വന്തമായി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സാധനം പറിച്ചെടുത്ത് ഉപയോഗിക്കാൻ എന്തുമാത്രം മാനസികമായ ഒരു ഉല്ലാസമായിരിക്കും അതിനുണ്ടാവുക, ആഹ്ലാദമായിരിക്കും. പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചല്ലോ. മറ്റൊരു സന്ദർഭത്തെ പറയാൻ, ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ചയെ സൂചിപ്പിക്കാൻ പറഞ്ഞിടത്ത് കർഷകന്റെ ആനന്ദത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. മനോഹരമായ ഒരു ആവിഷ്കാരമാണ്.
ഖുർആൻ പറയുന്ന ഒരു ചിത്രീകരണം ഒരു കർഷകന്റെ ആനന്ദത്തിന്റെ രംഗമാണ് ചിത്രീകരിക്കുന്നത്. ഇസ്ലാം വളർന്നു വരുന്നത് ഏതുപോലെ എന്നാൽ ഒരു വിള പോലെയാണ്. അതിന്റെ വിള അതിന്റെ തോട് പൊട്ടിച്ച് പുറത്ത് ചാടി തണ്ടിന്മേൽ എഴുന്നേറ്റ് നിന്നു. എന്നിട്ടത് കൊലകുത്തി കാഴ്ചങ്ങനെ നിൽക്കുമ്പോ കർഷകൻ ആനന്ദത്തിലാകുന്നു എന്ന് ആശ്ചര്യപ്പെട്ട് നിൽക്കും. ഞാൻ നട്ടത് തന്നെയാണോ ഇത് എന്ന് തോന്നിപ്പോകും. ഇത് എന്റെ വാഴയാണോ, എന്റെ തെങ്ങാണോ, എന്റെ പപ്പായ മരമാണോ എന്നൊക്കെ തോന്നിപ്പോവുകയാണ്. അപ്പൊ നമ്മൾ എന്ത് വേണം? വീട്ടുവളപ്പിലുണ്ടാകട്ടെ. ഇന്ന് വെളിച്ചെണ്ണയ്ക്ക് എത്ര വിലയാണ്? വെളിച്ചെണ്ണയ്ക്ക് വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വീട്ടുവളപ്പിൽ നിന്ന് ഒരു തെങ്ങിൽ നിന്ന് 10 തേങ്ങ എടുക്കാൻ കിട്ടാത്തത് എന്താണ്? ഇസ്ലാം പറയാത്തത് കൊണ്ടാണെന്ന് ധരിച്ചുപോയോ? പരിശുദ്ധ ഇസ്ലാം പറയുന്നില്ലേ, ഒരു തെങ്ങ് നടിൻ, 5 തെങ്ങ് നടാൻ പറ്റുമെങ്കിൽ നട്ടുപിടിപ്പിക്കൽ, വാഴ വെച്ചു പിടിപ്പിക്കൽ, വാഴപ്പഴം സ്വന്തമായി പറിച്ച് അത് മുറിച്ചെടുത്ത് വിളവെടുത്ത് കഴിക്കൽ. പപ്പായ മരം ഒരു ചെലവുമില്ലാതെ അള്ളാഹ് ഇഷ്ടം പോലെ വളർത്തി തരുന്നു. എന്തുമാത്രം ആരോഗ്യത്തിന് ഗുണകരമായ സാധനമാണ് പപ്പായ. അതും ഇന്ന് മാർക്കറ്റിൽ പോയി വാങ്ങും. പ്ലാവ് നട്ടുപിടിപ്പിക്കും, ചക്ക, അല്ലാഹു തആല ഇതൊക്കെ ഇഷ്ടം പോലെ തരുന്നില്ലേ നമുക്ക്? ഏതെല്ലാം തരത്തിലുള്ള റംബുട്ടാൻ, അതേപോലെ തന്നെ പാഷൻ ഫ്രൂട്ട്, എന്തെല്ലാം മരങ്ങളാണ്. അതുപോലെ ധാന്യങ്ങൾ വെച്ചു പിടിപ്പിക്കും, ചേനയും ചേമ്പും അതുപോലെ കപ്പയും ഒക്കെ വീട്ടിൽ നട്ടുപിടിപ്പിക്കും. കുറച്ച് സമയമെടുക്കും. ഒരു ദിവസം ചെറിയൊരു ശ്രമം നടത്തിയാൽ ക്രമേണ നല്ല ആനന്ദകരമായ അവസ്ഥയുണ്ടാക്കാം. കറിവേപ്പിലയിലാണ് ഏറ്റവും കൂടുതൽ വിഷം. കറിവേപ്പില എന്തുകൊണ്ട് വീട്ടുവളപ്പിൽ നട്ടുപിടിപ്പിക്കുന്നില്ല? നട്ടുപിടിപ്പിക്കും വീട്ടുവളപ്പിൽ. അവിടെ ഉണ്ടാകട്ടെ, വെണ്ടയുണ്ടാകട്ടെ, മുളകുണ്ടാകട്ടെ, അതേപോലെ തന്നെ മറ്റുള്ള പച്ചക്കറി ചെടികൾ ഉണ്ടാകട്ടെ. അതിൽ നിന്നൊക്കെ വിളവെടുക്കാം. നിങ്ങൾ രാസവളങ്ങൾ കൊണ്ടിടണ്ട, അവിടെ നിങ്ങൾക്ക് ജൈവവളങ്ങൾ കൊണ്ടിടാം. നിങ്ങളുടെ പച്ചക്കറി വേസ്റ്റുകൾ, അടുക്കള വേസ്റ്റുകൾ, അതിനെ നിങ്ങൾക്ക് ജൈവവളമാക്കി മാറ്റാനുള്ള വിദ്യകൾ കൃഷിഭവനിൽ നിന്ന് പറഞ്ഞു തരും. അത് ചെയ്യാം. എന്റെ വീട്ടിൽ ചെയ്യുന്നുണ്ട്, പലരും ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഇതേപോലെ നമുക്കതെല്ലാം ഉപയോഗിച്ചിട്ട് പറ്റുന്ന നിലയിൽ ചെറിയ കൃഷി നടത്തി ഒരു വെണ്ട അതിനെ പറിച്ചെടുത്തിട്ട് അതിനെ മുറിച്ചെടുത്ത് ഇങ്ങനെ വെച്ചാൽ, ഒരു വാഴക്കുല മുറിച്ചെടുത്താൽ, 10 മാങ്ങ പറിച്ചെടുത്താൽ, 5 തേങ്ങ എടുത്താൽ എന്ത് രസമാണ്. ചക്ക, ഇതൊക്കെ അല്ലാഹു തആല ഇഷ്ടം പോലെ നമുക്ക് തരുന്നു. നമ്മൾ വിലമതിക്കുന്നില്ല. നമുക്ക് നമ്മുടെ വീട്ടുവളപ്പിൽ തന്നെ അല്ലാഹ് ഇഷ്ടം പോലെ റിസ്ക് തരാനിരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരു ദിവസത്തെ കറിക്ക് വേണ്ടി അവിടെ നിന്നും കുറച്ച് മുരിങ്ങ അല്ലെങ്കിൽ മുരിങ്ങക്കായ, അതിന്റെ ഇല, ചീര അല്ലെങ്കിൽ വെണ്ട പോലെയുള്ളത് പറിച്ചെടുക്കാം. ആഹാരം ത്വയ്യിബായില്ലേ? അതേപോലെ നമുക്ക് വൈകുന്നേരത്ത് പുഴുങ്ങാൻ വേണ്ടി കുറച്ച് കപ്പ എടുക്കാം. അതേപോലെ ഇതുപോലുള്ള ആഹാര പദാർത്ഥങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തിക്കൂടെ? നമ്മൾ ശ്രമിക്കണം, സമയം കണ്ടെത്തണം. സമയമുള്ളവർ കണ്ടെത്തണം. അങ്ങനെ അതിലൂടെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. പക്ഷെ ഒന്നുകൂടി മനസ്സിലാക്കണം, ഇതെല്ലാം അള്ളാഹ് നമുക്ക് വേണ്ടി മാത്രം തന്നതാണെന്ന് തോന്നണ്ട. ചിലപ്പോ അല്ലാഹു തആല ചില ആളുകളുടെ വീട്ടിൽ ഇഷ്ടം പോലെ തേങ്ങ കൊടുക്കും, ചില ആളുകൾക്ക് ഇഷ്ടം പോലെ മാങ്ങ കൊടുക്കും, ചില ആളുകളുടെ വീട്ടിൽ റംബുട്ടാൻ വെച്ചാൽ ഇഷ്ടം പോലെ കായ്ച്ചു മറിഞ്ഞു കിടക്കും. ആളുകൾ ആനന്ദത്തോടെ നോക്കിപ്പോകും. ചില ആളുകളുടെ വീട്ടിൽ ഇഷ്ടം പോലെ ഫാഷൻ ഫ്രൂട്ടുകൾ ഇങ്ങനെ പിടിക്കും. ചില ആളുകൾക്ക് ഇഷ്ടം പോലെ ചക്ക കിട്ടും. ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണം കൂടിയാണ്. ഇത് നമുക്ക് വേണ്ടിയല്ല. ക്വാണ്ടിറ്റി അത് നമുക്ക് വേണമെങ്കിൽ എത്രണ്ണം വേണം? നമ്മുടെ ഭാര്യയ്ക്കും കുട്ടികൾക്കും ഉമ്മ ബാപ്പ അവർക്ക് കൂടെ കഴിക്കാൻ എത്രണ്ണം വേണം? അള്ളാഹ് എത്രണ്ണം തന്നിരിക്കുന്നു. ഇത് കൊണ്ടുപോയി വിറ്റിട്ട് ജീവിക്കാനൊന്നും ആയിരിക്കൂല. ചിലർക്ക് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യാം. പക്ഷേ ഇത് സാധാരണഗതിയിൽ ഒരു വീട്ടുവളപ്പിൽ കിട്ടുന്ന അത്യുൽപാദനം, ഒരു വലിയ ഉൽപാദനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു പരീക്ഷണമാണ്. അവന്റെ വീട്ടിലൂടെ പറിച്ചു കൊടുക്കുക, കുടുംബക്കാർക്ക് കൊടുക്ക്, അയൽക്കാർക്ക് കൊടുക്ക്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലം ഒരു ഉദാഹരണം പറയുന്നുണ്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, ഒരു വാപ്പ അവരുടെ ഈത്തപ്പഴത്തോട്ടം, ഒരു പഴത്തിന്റെ തോട്ടം അതിങ്ങനെ പരിപാലിച്ചു വന്നു. ആളുകൾക്ക് വിളവെടുപ്പ് ദിവസത്തിൽ ഇഷ്ടം പോലെ ആളുകൾ അവിടെ ഒത്തുകൂടും, എല്ലാവർക്കും പറിച്ചു കൊടുക്കും. അവസാനം വളരെ സന്തോഷത്തോടെ അയാളുടെ കയ്യിൽ കിട്ടിയ ആവശ്യത്തിനുള്ള സാധനം കൊണ്ട് മടങ്ങിപ്പോകും. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോ ബാപ്പ മരിച്ചുപോയി, മോന് അതിന്റെ അനന്തരാവകാശം കിട്ടി. മോനാണെങ്കിലോ അവന് ഒരു ധാർമ്മിക ബോധവുമില്ല, ഇസ്ലാമുമില്ല. അവനാണെങ്കിൽ കിട്ടിയതൊക്കെ വെച്ച് സ്വന്തമായി അനുഭവിക്കുന്ന പ്രകൃതക്കാരൻ. അവൻ ഇതെല്ലാം കൂടി സ്വന്തമാക്കാൻ വേണ്ടി ശ്രമിച്ചു. ബാപ്പയുടെ കാലത്ത് വന്ന ആളുകളൊക്കെ വിളവെടുക്കാൻ നേരത്ത് സാധുക്കളും പാവങ്ങളും വന്ന് കുമിഞ്ഞു കൂടിയാൽ ഇതെല്ലാം കൂടി അവർക്ക് കൊടുക്കേണ്ടി വരൂലേ? കൊടുത്ത് ശീലമില്ല.
അവൻ എങ്ങനെ കൊടുക്കും? അവൻ തീരുമാനിച്ചു എന്ത് ചെയ്യണം. അവൻ തീരുമാനിച്ചു, തൊഴിലാളികളുമായി ആലോചിച്ചു, നമ്മൾ രാവിലെ പോണം, നേരം വെളുക്കും മുമ്പേ, ഒരൊറ്റ എണ്ണ അറിയരുത്, എന്നിട്ട് എല്ലാം മുഴുവനും പറിച്ച് സ്വന്തമാക്കണം, ആർക്കും കൊടുക്കരുത്. അങ്ങനെ പോകുമ്പോ അതിരാവിലെ അവിടെ ചെല്ലുമ്പോ അത് കൊയിലിട്ട ഭൂമി പോലെ, എല്ലാം പറിച്ചെടുത്ത വിളവെടുത്ത ഭൂമി പോലെ, എല്ലാം ചവിട്ടി മെതിക്കപ്പെട്ടതിൽ പ്രകൃതി ദുരന്തത്തിലൂടെ നശിച്ച് നാമാവശേഷമായി കിടക്കുന്ന രംഗം പരിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട് സഹോദരന്മാരെ. എന്നിട്ട് അള്ളാഹു പറഞ്ഞതിന്റെ തൊട്ടടുത്ത ഒരായത്തും കൂടെ പറഞ്ഞു, ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം. അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ഭക്തന്മാരായ ആളുകൾക്ക് അവരുടെ റബ്ബിന്റെ അടുക്കൽ അനേകം സ്വർഗത്തിന്റെ തോട്ടങ്ങളുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. അനുഗ്രഹീതമായ തോപ്പുകളുണ്ട് എന്നാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കാനുള്ള, നമ്മുടെ വീട്ടിലുള്ള ചക്കകൾ അത് വീണ് ഇങ്ങനെ പഴുത്ത് വീണ് അത് മൊത്തം പിന്നെ സാംക്രമിക രോഗങ്ങൾ ഉണ്ടാക്കുന്ന നിലയിൽ, വിഷബീജങ്ങൾ പരക്കുന്ന നിലയിൽ, അതിനണുക്കൾ പരക്കുന്ന നിലയിലാക്കി തീർക്കാതെ അതൊക്കെ അവിടെ നിന്നും പറിച്ചെടുത്ത് ആവശ്യക്കാർക്ക് കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. കണ്ണും കെട്ടി വായും പൂട്ടി ഇങ്ങനെ ഇരിക്കുക, ചക്കകളെല്ലാം പഴുത്ത് താഴേക്ക് വീഴുക, പരിസരം മുഴുവൻ മലിനമാക്കിക്കൊണ്ടിരിക്കുക. അട്ടയ്ക്കും വേണം, പുഴുക്കൾക്കും വേണം, പക്ഷെ അതിനൊക്കെ ഒന്നോ രണ്ടൊക്കെ കിട്ടും, അതൊക്കെ ഉപയോഗിക്കും. പക്ഷെ എല്ലാം കൂടി വീണ് നാട് മുഴുവൻ മലിനമാക്കാൻ പാടില്ല. അതെല്ലാം പറിച്ചെടുത്ത് അർഹതപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയണം. ഇതേപോലെ നമ്മൾ പിശുക്കന്മാരാവാതെ എല്ലാം കൊടുത്ത്, നിത്യോപയോഗ സാധനം, ചെറിയ ഉപകാരമുള്ളത് പോലും ആർക്കും കൊടുക്കാത്തവരാണ് അള്ളാഹുവിന്റെ അടുക്കൽ പിന്നെ നിഷേധികളായ ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞതുപോലെ അതിൽപ്പെടാതെ നമ്മൾ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും പങ്കുവെക്കുകയും സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകണം. ഇത് മഴക്കാലമാണ്. ഈ സമയത്ത് അതിനുള്ള ശ്രമങ്ങൾക്ക് കൂടി നിങ്ങളും കൂടി ചേരണം, നിങ്ങളുടെ പെണ്ണുങ്ങൾക്കൊപ്പം എന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരൊറ്റ ഹദീസ് കൂടി വിഷയത്തിൽ, ഒരു മുസ്ലിമും ഒരു ചെടി നട്ടു, ഏതെങ്കിലും ഒരു ചെടി നട്ടു, എന്നിട്ട് അതിങ്ങനെ വളർന്നു വന്നു, അതിൽ നിന്നും പഴങ്ങളോ കായ്കളോ ഒക്കെ ഉണ്ടായിത്തീർന്നു. അപ്പൊ അതിൽ നിന്ന് പക്ഷികൾ കഴിച്ചുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ അതിൽ നിന്ന് ഭക്ഷിക്കുന്നു, അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അത് ആഹാരമായി തീരുന്നു. ഇല്ല കാനലഹു ബിഹി സദഖ, അതവന് സദഖയായിട്ടല്ലാതെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, പഴങ്ങൾ ഏതെങ്കിലും പിന്നെ പഴങ്ങളും കിളികൾ കൊത്തിക്കൊണ്ടു പോകുന്നു, അത് നിങ്ങൾക്ക് സദഖയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും ഹലാലായ ത്വയ്യിബായ അള്ളാഹു അനുവദിച്ച അവന്റെ കൽപ്പനകൾക്ക് വിധേയമായ നിലയിൽ ഭക്ഷ്യ സംസ്കാരം ഉറപ്പുവരുത്താനും അതോടൊപ്പം നമ്മുടെ ആരോഗ്യം കാത്തു സൂക്ഷിക്കാനും ജീവിതകാലം മുഴുവൻ അള്ളാഹുവിനെ കീഴ്വണങ്ങി അവനെ അനുസരിച്ച് ജീവിക്കാനും അവസാനം അള്ളാഹുവിനെ കണ്ടുമുട്ടി സ്വർഗം പോകാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. പ്രത്യേകമായ ഒരു കാര്യം